അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അൽഫായിസീന ബിറിളല്ലാഹ് അമ്മാ ബഅദ്. പ്രിയമുള്ളവരെ, 11/4/2025 മക്കാനത്തുൽ അഖിൽ കബീർ, ജ്യേഷ്ഠ സഹോദരൻ്റെ സ്ഥാനം എന്ന ശീർഷകത്തിൽ UAE ഔഖാഫ് പ്രസിദ്ധം ചെയ്ത ജുമാ ഖുത്ബയുടെ മലയാള സാരാംശം ഇവിടെ പറയുകയാണ്. നമ്മുടെ ജ്യേഷ്ഠ സഹോദരൻ നമുക്ക് ഏറെ പ്രിയപ്പെട്ടവരാണ്. എന്താണ് ജ്യേഷ്ഠ സഹോദരൻ്റെ പദവി? നമ്മുടെ ആത്മാവിൻ്റെ ഒരു ഭാഗമാണവർ, നമ്മുടെ ഹൃദയത്തിൻ്റെ മിടിപ്പ്. നാം ഭക്ഷണം കഴിക്കുമ്പോഴും കളിക്കുമ്പോഴും ഒക്കെ, ചെറുപ്പത്തിലും ബാല്യത്തിലും ശൈശവത്തിലും ഒക്കെ നമ്മുടെ പങ്കാളി, എപ്പോഴും നമുക്ക് വേണ്ടി പ്രവർത്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന നമ്മുടെ സംരക്ഷകൻ. നമുക്ക് ജ്യേഷ്ഠ സഹോദരൻ എല്ലാത്തിനും ഉള്ള അവലംബമാണ്. പ്രതിസന്ധി ഘട്ടങ്ങളിലൊക്കെ ജ്യേഷ്ഠ സഹോദരൻ്റെ അടുത്ത് ചെന്ന് നമ്മുടെ കാര്യങ്ങളൊക്കെ അവരോട് സംസാരിക്കുമ്പോൾ നമ്മുടെ മനസ്സിന് എന്തെന്നില്ലാത്ത ഒരു ആശ്വാസം ലഭിക്കും. മഹാനായ മൂസ നബി അലൈഹിസ്സലാം സഹോദരനെ പറ്റി പറഞ്ഞത് ഖുർആനിൽ ഇങ്ങനെയാണുള്ളത്: ഉഷ്ദുദ് ബിഹി അസ്രി വഅശ്രികുഹു ഫി അംരി. അല്ലാഹുവേ, എൻ്റെ സഹോദരനെ കൊണ്ട് എൻ്റെ കാര്യങ്ങൾ നീ ശക്തിപ്പെടുത്തേണമേ, എൻ്റെ എല്ലാത്തിലും അവരെ നീ പങ്കാളി ആക്കേണമേ. അല്ലാഹു സുബ്ഹാനഹു വതആല മൂസ നബി അലൈഹിസ്സലാമിന് അപ്പോൾ അതിന് കൊടുത്ത മറുപടി: സനശുദ്ദു അദുദക ബി അഖീക്. നിന്റെ കാര്യങ്ങൾ ഞാൻ നിന്റെ സഹോദരനെ കൊണ്ട് ശക്തിപ്പെടുത്തും, അവർ നിനക്ക് നല്ല പിന്തുണ നൽകുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല അറിയിക്കുകയുണ്ടായി. നാം നമ്മുടെ ജ്യേഷ്ഠ സഹോദരൻ്റെ സ്ഥാനവും മാനവും പദവിയുമൊക്കെ കണക്കാക്കണം. അവർക്ക് നമ്മൾ പ്രത്യേകം ആദരവും ബഹുമാനവും കൊടുക്കണം. നമ്മുടെ എല്ലാ കാര്യങ്ങളുടെയും മുൻപന്തിയിൽ നാം നിർത്തേണ്ടത് അവരെയാണ്. പ്രത്യേകിച്ചും അവർ നമ്മുടെ ഉപ്പ കഴിഞ്ഞാൽ ഉപ്പയുടെ സ്ഥാനത്തുള്ളവരാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയുണ്ടായി: ബർറ ഉമ്മക വ അബാക്. നിന്റെ ഉമ്മാക്കും ഉപ്പാക്കും നീ നന്മ ചെയ്യണം. വ ഉഖ്തക വ അഖാക്. നിന്റെ സഹോദരിക്കും സഹോദരന് നീ നന്മ ചെയ്യണം. സുമ്മ അദ്നാക അദ്നാക്. പിന്നെ അവരോട് അടുത്തവർ എന്ന്. വലിയ സഹോദരനോട് നമ്മൾ അടുപ്പം കാണിക്കൽ അത് രക്തബന്ധം ഊട്ടിയുറപ്പിക്കൽ കൂടിയാണ്. അത് നമ്മുടെ ജ്യേഷ്ഠനോടുള്ള നമ്മുടെ കടപ്പാട് കൂടിയാണ്. നാം എപ്പോഴും അവർക്ക് പരിഗണന കൊടുക്കണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു സന്ദർഭത്തിൽ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ ഒരു പ്രത്യേകമായ വസ്ത്രം, ഹുല്ലത്ത്, സമ്മാനിക്കുകയുണ്ടായി. ഉമർ റളിയല്ലാഹു അൻഹു ഉടനെ അത് ഫകസാഹ ഉമറു അഖല്ലഹു, അവരുടെ ഒരു സഹോദരനെ അത് ധരിപ്പിച്ചു. നാം അവരുടെ വിശേഷങ്ങളൊക്കെ എപ്പോഴും അന്വേഷിച്ചറിയണം. മക്കളുടെ വിവരങ്ങളൊക്കെ തിരക്കണം. അവർക്ക് നാം ബഹുമാനവും ആദരവും നൽകണം. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ: ലൈസ മിന്ന മല്ലം യുവഖിർ കബീറന. വലിയവരോട് ബഹുമാനം കാണിക്കാത്തവൻ നമ്മിൽപ്പെട്ടവനല്ല എന്ന്. അവരെ നമ്മൾ ബഹുമാനിക്കുക, അവരുടെ വാക്കുകൾക്ക് നാം വില കൽപ്പിക്കുക, അവരോട് നാം ഉപദേശം തേടുക, അവരോട് കൂടിയാലോചന നടത്തുക. മഹാനായ അബ്ദുല്ലാഹ് ഇബ്നുൽ മുബാറക് റഹിമഹുല്ലാഹ് അവരോടൊരിക്കൽ ചോദിക്കപ്പെട്ടു: മാ ഖൈറു മാ ഉഅ്തിയൽ ഇൻസാൻ. ഒരു മനുഷ്യന് ലഭിക്കുന്ന വലിയ നന്മ ഏതാണ്? മഹാനവറുകൾ പറഞ്ഞ കൂട്ടത്തിലുണ്ട്: അഖുൻ ഷഖീഖുൻ യസ്തശീറുഹു. അവന് കൂടിയാലോചന നടത്താൻ പറ്റുന്ന, അവന് യോജിച്ച ഒരു ജ്യേഷ്ഠ സഹോദരൻ ഉണ്ടാകുക. അത് അള്ളാഹു ഒരു മനുഷ്യന് നൽകുന്ന വലിയ അനുഗ്രഹമാണ്. ആ ജ്യേഷ്ഠ സഹോദരൻ നമ്മെ ഒരിക്കലും വഞ്ചിക്കില്ല, നമ്മളെ ഒരിക്കലും നിസ്സാരപ്പെടുത്തുകയില്ല. അവർ നേരിലേക്ക് നമ്മെ വഴി നടത്തും. നല്ല സതുപദേശങ്ങൾ അവർ നമുക്ക് നൽകും. നമുക്കിഷ്ടപ്പെടുന്നതൊക്കെ നമ്മുടെ സഹോദരനും ഇഷ്ടപ്പെടണം. നബി തങ്ങൾ അവിടുത്തെ ഒരു സ്വഹാബിയോട് ഒരിക്കൽ പറയുകയുണ്ടായി:
അതുഹിബ്ബുൽ ജന്ന, നീ സ്വർഗം ഇഷ്ടപ്പെടുന്നുണ്ടോ? സഹാബി പറഞ്ഞു, ഖാല നഅം, ഞാൻ ഇഷ്ടപ്പെടുത്തുണ്ട് തിരുദൂതരെ. നബിതങ്ങൾ അപ്പോൾ പറഞ്ഞു, ഫഅഹിബ്ബ ലി അഖീക മാ തുഹിബ്ബു ലി നഫ്സിക്, എന്നാൽ നീ ഒരു കാര്യം ചെയ്യണം, നിനക്കിഷ്ടപ്പെടുന്നതൊക്കെ നിന്റെ സഹോദരനും നീ ഇഷ്ടപ്പെടണം. അത് കുടുംബപരമായ സഹോദരനും വിശ്വാസത്തിലുള്ള സഹോദരനും ഒക്കെ അതിൽ ഉൾപ്പെടും. അവർക്ക് നാം എപ്പോഴും നന്മ ഉദ്ദേശിക്കണം. നാം അവരുടെ എന്തെങ്കിലുമൊക്കെ വീഴ്ചകൾ അവരിൽ നിന്ന് സംഭവിച്ചാൽ തന്നെ അത് നാം പുറത്തു കൊടുക്കണം. അത് കാരണമായിക്കൊണ്ട് അവരോടുള്ള ബന്ധം നാം ഒരിക്കലും മുറിക്കാൻ പാടില്ല. കവി പറഞ്ഞല്ലോ, വലാ തഖ്ത അഖല്ലക ഇൻദ ദംബിൻ ഫഇന്ന ദംബ യഗ്ഫിറുഹുൽ കരീമു, നിന്റെ ജ്യേഷ്ഠ സഹോദരനിൽ നിന്ന് എന്തെങ്കിലും ഒരു അരുതായ്മ സംഭവിച്ചാൽ നീ ആ ജ്യേഷ്ഠ സഹോദരനോടുള്ള ബന്ധം മുറിച്ചു കളയരുത് കേട്ടോ. മാന്യന്മാർ അത്തരം ദോഷങ്ങളൊക്കെ പുറത്തു കൊടുക്കുന്നവരാണ്. ചില ജനങ്ങളുണ്ട്, അവർ ജ്യേഷ്ഠ സഹോദരന്മാരോടുള്ള ബന്ധം മുറിച്ചവരാണ്. അവരോട് സംസാരിക്കുകയോ അവരെ സന്ദർശിക്കുകയോ ചെയ്യില്ല. അത് വളരെ വലിയ ഗുരുതരമായ പാതകമാണ്. നാം ഒരിക്കലും അങ്ങനെ ആയിക്കൂടാ. നാം ചെറിയ സാമ്പത്തികപരമായോ അല്ലെങ്കിൽ വാക്കുകൊണ്ടോ അവരിൽ നിന്നൊക്കെ എന്തെങ്കിലും സംഭവിച്ചാൽ അതിൻ്റെ പേരിൽ അവരോടുള്ള അടുപ്പം നാം വേണ്ട എന്ന് വെക്കരുത്. അവരോടുള്ള ബന്ധം നാം സ്ഥാപിക്കണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രക്തബന്ധം മുറിക്കുന്നവരെ പറ്റി പറഞ്ഞിട്ടുണ്ടല്ലോ, ലാ യദ്ഖുലുൽ ജന്നത്ത ഖാതിഉ റഹിമിൻ, കുടുംബബന്ധം മുറിക്കുന്നവൻ സ്വർഗത്തിൽ കടക്കുകയില്ല എന്ന്. അല്ലാഹുവേ, രക്തബന്ധം ചേർക്കുന്നവരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണമേ. ഞങ്ങളുടെ ജ്യേഷ്ഠ സഹോദരന്മാരൊക്കെ ബഹുമാനിക്കുന്നവരിൽ ഞങ്ങളെ നീ ചേർക്കണമേ. ജ്യേഷ്ഠ സഹോദരന് വലിയ ഉത്തരവാദിത്തമാണുള്ളത്. അവർ അവരുടെ ആ സ്ഥാനം ഏറ്റെടുത്ത് ഭംഗിയായി കൈകാര്യം ചെയ്യണം. അവർ അവരുടെ സഹോദരന്മാർക്ക് എപ്പോഴും നന്മ കാക്ഷിക്കണം. ഒരു നീതിമാനായ ഒരു വിധികർത്താവായി ജ്യേഷ്ഠ സഹോദരന്മാരെ മറ്റുള്ളവർ കാണണം. ഒരു ഭാഗത്തേക്കും ചെരിയുകയോ ചായുകയോ ചെയ്യാതെ നീതിപൂർവം ആകണം അവർ പ്രവർത്തിക്കേണ്ടത്. കുടുംബങ്ങൾക്ക് എല്ലാവർക്കുമുള്ള ഒരവലംബമായി അവർ നിൽക്കണം. എല്ലാവർക്കും തണലേകുന്ന ഒരു വടവൃക്ഷമാകാൻ ജ്യേഷ്ഠ സഹോദരന് കഴിയണം. എന്തെങ്കിലുമൊക്കെ തർക്കങ്ങളോ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ വരുമ്പോൾ അതിൽ നല്ല തീർപ്പ് കൽപ്പിക്കാൻ ഖുർആൻ പറഞ്ഞതുപോലെ ഫഅസ്ലിഹു ബൈന അഖവൈക്കും, സഹോദരന്മാർക്കിടയിൽ നന്മ പ്രവർത്തിക്കണം. ഓരോരുത്തരുടെയും അവകാശങ്ങൾ അവർക്ക് വകവെച്ച് കൊടുക്കണം. ഉത്തരവാദിത്വം നിറവേറ്റുന്നതിൽ അല്പം പോലും വീഴ്ച വരുത്താൻ പാടില്ല. അവരോട് ഏറ്റവും നന്നായി പെരുമാറണം. നല്ല അടുപ്പം കാത്തുസൂക്ഷിക്കാൻ ജ്യേഷ്ഠ സഹോദരനും ശ്രദ്ധിക്കണം. എല്ലാവർക്കും ഗുണകാംക്ഷ, അതാകണം ജ്യേഷ്ഠ സഹോദരൻ്റെ മുഖമുദ്ര. കുടുംബത്തിലെ ഒരു നാഥൻ ജ്യേഷ്ഠ സഹോദരനാണ് എന്ന തോന്നൽ എല്ലാവർക്കും ഉണ്ടാവണം. മാതാപിതാക്കൾക്കു നന്മ ചെയ്യാൻ മറ്റു സഹോദരന്മാരെ അവർ പ്രേരിപ്പിക്കണം. സ്വന്തം സഹോദരന്മാർക്കും അവരുടെ മക്കൾക്കുമൊക്കെ ഒരു മാതൃകാപരമായ പ്രവർത്തകനായി, വ്യക്തിയായി കുടുംബത്തിൽ തിളങ്ങി നിൽക്കാൻ ജ്യേഷ്ഠ സഹോദരന് കഴിയണം. അല്ലാഹുവേ, ഞങ്ങളെ നീ കുടുംബബന്ധം ചേർക്കുന്നവരിൽ, വലിയവരെ ബഹുമാനിക്കുന്നവരിൽ ഉൾപ്പെടുത്തണമേ എന്ന് ദുആ ചെയ്തുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.